പർപ്പിൾ മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ അത് അത്രയും പ്രാധാന്യത്തോടെ പരിഗണിച്ച് ഏറ്റവും വേഗത്തിൽ നമുക്ക് ഈ സെപ്പറേറ്റിംഗ് വാളും അതുപോലെ തന്നെ ടേബിള്, കസേര ഇതെല്ലാം തരാനായിട്ട് കാണിച്ച ഒരു മനസ്സ്, അപ്പൊ അതിലുപരി ഇന്ന് ഇത് വന്ന് കണ്ടപ്പോൾ അപ്പൊ ഞങ്ങളുടെയൊക്കെ മനസ്സ് എത്രമാത്രം നിറഞ്ഞു എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം ഈ ലയൺസ് ക്ലബ് മെമ്പേഴ്സ് ആ സാറന്മാർ ഇവിടെ വന്നിട്ട് അവർ ചെയ്തിട്ടുള്ള കാര്യം കണ്ടപ്പോൾ ശരിക്കും സ്കൂളിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ് തന്നെ മാറി എന്നുള്ളത് അത് വളരെ പ്രാധാന്യത്തോടെ അവരുടെയൊക്കെ മനസ്സ് നിറഞ്ഞു എന്നുള്ളതാണ് തന്ന ആ ഒരു സമ്മാനം കൊണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് വളരെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന് എല്ലാവരുടെയും പേരിൽ ഹൃദയത്തിൽ തൊട്ട് നന്ദി എല്ലാവർക്കും പറയും. ഇതാണ് വനത്തെ കൈവച്ച് വേണം ആഹാര സാധനങ്ങൾ നമ്മൾ എടുക്കാൻ, അല്ലേ? ഇടത്തെ കൈ കൊണ്ട് എടുക്കുക എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ ഓക്കെ, എല്ലാരും അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി നമ്മൾ വരുമ്പോഴത്തേക്ക് ഒത്തിരി കൂടെയൊക്കെ വലുതാവും. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എത്തണം. മനസ്സിലായോ? ഞങ്ങൾ എവിടുന്നാ വന്നതെന്ന് മനസ്സിലായോ? ആ, ഞങ്ങൾ വന്നിട്ടുള്ളത് ലയൺസ് ക്ലബ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ മിടുക്കന്മാരും മിടുക്കളുമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഒരു ഉദ്ദേശമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. എന്ത് ക്ലബ്ബ്? ലയൺസ് ക്ലബ്. അത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അതവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? ലയൺസ് ക്ലബ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ആ, അപ്പൊ ആ ക്ലബ്ബ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത്? മിടുക്കന്മാരായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. ആ, അങ്ങനെയാണ്. നിങ്ങളുടെ സ്കൂളിൽ കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ ടീച്ചർ പറഞ്ഞു. ടീച്ചർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ടീച്ചറാണ് പറഞ്ഞത് നിങ്ങൾക്ക് സ്കൂളിൽ സ്ക്രീൻ വേണം, ഡെസ്ക് വേണം, അതുപോലെ നിങ്ങൾക്ക് ഈ വർഷം സ്കൂൾ തുറന്നപ്പോഴത്തേക്ക് ബാഗൊക്കെ വേണ്ടായിരുന്നോ? ആ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതുപോലെ മൈക്ക് സെറ്റ് ഇങ്ങനെയൊക്കെ വേണമായിരുന്നല്ലോ. ആ, അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്ത് അതുകൊണ്ടാണ്. എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്? ഞങ്ങള് എന്തിനാ ചെയ്യുന്നത്? പഠിക്കാൻ, നന്നായി പഠിച്ച് മിടുക്കന്മാരാകുന്നതിന് വേണ്ടി. പഠിച്ചാൽ മാത്രം മതിയോ? പഠിച്ചാൽ മാത്രം മതിയോ? ഇതുപോലെയുള്ള നല്ല ജോലികളൊക്കെ വാങ്ങിച്ച് ഒരു ലയൺസ് ക്ലബിലോ വേറെ ഏതെങ്കിലും ഒരു ക്ലബിലെ മെമ്പറായിട്ട് നിങ്ങൾ പിന്നെ വലുതാവുമ്പോൾ കൊണ്ട് കൊടുക്കണം. ഇതുപോലെ സ്കൂൾ വേണ്ടേ? ആ, അപ്പൊ അതിനെന്ത് ചെയ്യണം? പഠിക്കണം. പഠിക്കുന്നതോടൊപ്പം തന്നെ കളിക്കുകയും വേണം. നന്നായിട്ട് കളിക്കണം, നന്നായിട്ട് ഓടണം, ചാടണം, കളിക്കണം, പഠിക്കണം. ഇതെല്ലാം കൂടെ ചെയ്താലാണ് ഇപ്പൊ അങ്ങ് പറഞ്ഞത് മറ്റുള്ളവർക്കും ഇതുപോലെയൊക്കെ കൊടുക്കണം കുട്ടികൾക്ക്, കേട്ടോ? അങ്ങനെ തീരുമാനം എടുക്കണം എല്ലാവരും. അപ്പൊ എന്താ ഓർമ്മിച്ചു വെച്ചേക്കണം? പഠിക്കണം, ലയൺസ് ക്ലബ്ബ് അതിൽ അംഗമാകണം, അംഗമായിട്ട് മറ്റുള്ളവർക്ക് ഇതുപോലൊക്കെ ചെയ്തു കൊടുക്കണം.